ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പിങ്കി ചോദിക്കുകയാണ്, നയനയെ ഇറക്കി വിടാൻ പറ്റുമെന്ന് അർജുനോട്. പക്ഷേ അർജുൻ അവിടെ കടുത്ത തീരുമാനം എടുക്കുകയാണ്. ഇല്ല, നയനയെ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും നയനയെ ഇറക്കി വിടാനായിട്ട് പറ്റില്ല എന്ന്. ഓഹോ, അപ്പോൾ നിങ്ങൾക്ക് അതാണ് വലുതല്ലേ? എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ ഇറങ്ങിക്കോളാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അർജുൻ, പിങ്കി നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് അവളെ അങ്ങനെ പെരുവഴിയിലേക്ക് ഇറക്കി വിടാനായിട്ട് പറ്റില്ല. കാരണം അവളെൻ്റെ അപ്പച്ചിയുടെ മോളാണ്. അതുകൊണ്ട് എനിക്ക് അവളെ പെരുവഴിയിലേക്ക് ഇറക്കി വിടാനായിട്ട് പറ്റില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമല്ലോ, എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഇറങ്ങിക്കോളാം എന്ന് പറയുകയാണ്. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് ഭയങ്കര സന്തോഷം. പിങ്കിയാണെങ്കിൽ നേരെ മുകളിലേക്ക് ഓടി കയറി പോവുകയാണ്. അപ്പോഴേക്ക് ലക്ഷ്മി ചോദിക്കുകയാണ്, എന്തിനാണ് അർജുൻ, നീ എന്തിനാണ് പിങ്കിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതെ, ഈ നയനയ്ക്ക് വേണ്ടി അവളെ എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്? ഞാൻ ആരെയും ഇറക്കി വിട്ടിട്ടില്ല. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാനും പിങ്കിയും തമ്മിൽ നേരത്തെ പ്രശ്നമുണ്ട്. പക്ഷേ അവൾ പറയുന്നത് നയന വന്നതിന് ശേഷമാണ് അവളുടെ ഇടയിൽ പ്രശ്നമെന്നാണ് പറയുന്നത്. പക്ഷേ അതെങ്ങനെ സാധ്യമാകും എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, ഒരിക്കല് നീ സത്യം എന്താണെന്ന് തിരിച്ചറിയും. പക്ഷേ ഇത് കേട്ടത് നയനയാണെങ്കിൽ, അയ്യോ ദൈവമേ, പിങ്കി ഉടനെ തന്നെ ഇവിടുന്ന് പോവുകയാണ്. പക്ഷേ എൻ്റെ ആ സ്വർണം, ഞാൻ അവളുടെ ബാഗിലാണല്ലോ സ്വർണം ഒളിപ്പിച്ച് വെച്ചത്. ആ സ്വർണം കൊണ്ടായിരിക്കും അവൾ പോകുന്നത്, ഉറപ്പായിട്ടും അതെ. പക്ഷേ പിങ്കി ഈ സമയം തന്നെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ നന്ദ വന്നിട്ട്, പിങ്കി നീ എന്താണ് ഈ കാണിക്കുന്നത്? പിങ്കി നീ ഇവിടെ നിന്ന് പോകരുത്. പിങ്കി നീ എന്തിനാ ഇവിടെ നിന്ന് പോകുന്നു? ഒരു ആവേശത്തിൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തീർന്നുവെന്നാണോ നിന്റെ വിചാരം? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, എനിക്കിന്നൊന്നും കേൾക്കേണ്ട നന്ദ. ഇവിടെ എനിക്കൊരു സ്ഥാനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കത്തില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയുകയാണ് നമ്മുടെ പിങ്കി. ഇതെല്ലാം കേട്ട് നിന്ന ഈ അർജുൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ആകെ കലിവരികയാണ്. നന്ദയ്ക്ക് ഇത് എന്തിൻ്റെ കേടുണ്ടായിട്ടാണ്? അവൾ എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? അവളെ പോകാൻ അങ്ങോട്ട് അനുവദിക്കാൻ പാടില്ലേ? അവൾ എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തുന്നത് എന്നാ ചിന്തിക്കുന്നത്. ഇതേ സമയം തന്നെ അർജുനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആകെ ടെൻഷനായിട്ട് ആകെ കുരുക്കിൽപ്പെട്ടവർ പോയൊരവസ്ഥയിലാണ് നമ്മുടെ അർജുൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഗൗതം അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ഗൗതം ചോദിക്കുകയാണ്, അർജുൻ നീ എടുത്ത തീരുമാനം നല്ലതാണോ എന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും, എന്താ ഏട്ടാ ഏട്ടനെന്തിനാ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പിന്നല്ലാതെ നീ എന്തിനാ നയനയ്ക്ക് വേണ്ടി പിങ്കിയെ ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നത്? പിങ്കി അതിന് മാത്രം എന്ത് ചെയ്തു? നിനക്ക് നയനയാണോ വലുത്? പിങ്കിയല്ലേ നിന്റെ ഭാര്യ? അപ്പോൾ അവൾക്ക് വേണ്ടിയല്ലേ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ടത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഗൗതമേട്ടാ, ഏട്ടൻ പറയുന്നത് മുഴുവനും ശരി തന്നെയാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്ക്, അവളെ എന്നെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന്. അവളുടെ കൺമുന്നിൽ എന്നെ കാണുന്നത് പോലും അവൾക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഞങ്ങളിടയിൽ എന്തെങ്കിലും സ്നേഹപ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവൾ അതിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നയന ഈ വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ പിങ്കി പറയുന്നത് എല്ലാത്തിനും കാരണം നയനയാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നയന അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇത് കേട്ടത് നമ്മുടെ ഗൗതമാണെങ്കിൽ, പക്ഷേ നീ ഒരു കാര്യം ചിന്തിക്കണം. നയന ഇവിടെ നിന്ന് നാളെ ഇറങ്ങേണ്ട ആളാണ്. പക്ഷേ പിങ്കി നിന്റെ കൂടെ ജീവിക്കേണ്ട ഒരാളാണ്. ഒരു പക്ഷേ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ? അവൾ ഇവിടെ നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ? ഇത് കേട്ട നമ്മുടെ അർജുൻ്റെ അമ്മയ്ക്ക് കലി വരികയാണ്. ഓ, ഈ ഗൗതത്തിന് വേറെ ഒരു പണിയില്ല, ഉപദേശിച്ചുകൊണ്ട് നടക്കുന്നു. പിങ്കി എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത്. അതിനിടയിൽ കയറിപ്പോയി ഉപദേശിക്കുന്നു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ അർജുൻ്റെ അമ്മ ഓടി വന്നിട്ട്, എന്ത് മനസ്സ് മാറുമെന്ന്? പിങ്കിയുടെ മനസ്സൊന്നും മാറാനായിട്ട് പോകുന്നില്ല. അവളുടെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയാലോ. എൻ്റെ മോൻ ഒരുപാട് വേദനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എന്തിനാ അവനെ പോയി ഉപദേശിക്കാനായിട്ട് പോകുന്നത്? എന്താ അവൻ്റെ ജീവിതം തകർക്കാനാണോ? അപ്പച്ചി എന്തൊക്കെയാ പറയുന്നത്? അതെ, നിന്റെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഗൗതം, നിനക്ക് എങ്ങനെയാണ് അർജുൻ, അതേപോലെ തന്നെയാണ് അർജുന് നയനയും. അവളെ ഇവിടെ നിന്ന് ഒരു കുങ്കിക്ക് വേണ്ടിയും ഇറക്കി വിടാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല എന്നിങ്ങനെ അർജുൻ്റെ അമ്മ മുഖത്തടിച്ച രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം അർജുനോട് പറയുകയാണ്, നീ നയനയെ ഇറക്കി വിട്, എന്നിട്ട് പിങ്കിയെ ഇവിടെ നിർത്താനായിട്ട് നോക്ക്, അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കലുമില്ല, അങ്ങനെ പിങ്കിക്ക് വേണ്ടി നയനയെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് പറ്റില്ല എന്ന് ഈ സുമംഗലി പറയാണ്. സുമംഗലി ഈ വർത്തനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഗൗതത്തിന് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റുമോ? അപ്പോൾ
സുമംഗലി വീണ്ടും സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഗൗതം, ഈ കാര്യത്തിൽ നീ ഇടപെടാൻ നിൽക്കണ്ട. നിന്റെ അനിയനായ അർജുനോട് നിനക്ക് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇതിനെ കൂട്ടുപിടിക്കരുത്. കാരണം പിങ്കി ഇവൻ്റെ ജീവിതം വന്ന് കയറിയപ്പോൾ മുതലേ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. അവന് മനസ്സമാധാനം എന്താണെന്ന് വെച്ചാൽ അവന് കൊടുത്തിട്ടില്ല. ഇപ്പോൾ പിങ്കി ഇവിടുന്ന് പിടിച്ചു നിർത്താനോ അതിനെക്കൊണ്ട് ഞാൻ സാധിക്കില്ല. മോനെ, നിന്റെ തീരുമാനം നന്നായി അർജുൻ. നീ ഏതായാലും നയനയോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലല്ലോ. അതുതന്നെ നിന്റെ നന്മയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി മോനെ, ഈ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് സുമംഗലി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അർജുൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗൗതം എന്തൊക്കെയോ പറയാനായിട്ട് തുടങ്ങിയതും വേണ്ട, ഇനി ഇവനോട് എന്തു പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. കാരണം ഇവൻ്റെ മനസ്സ് മാറ്റാനായിട്ട് പറ്റില്ല, സ്വയം മാറണം, അല്ലാതെ മനസ്സ് മാറ്റാനായിട്ട് പറ്റില്ല എന്നും ഗൗതം അത് തിരിച്ചറിയുകയാണ്. അങ്ങനെ ഗൗതം ഒന്നും മിണ്ടാതെ പിന്നീടൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അർജുനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ അർജുനും അതേപോലെ തന്നെ ഗൗതവും എല്ലാവരുടെയും കൂടി വന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും ലക്ഷ്മിയും ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുകയാണ്. എന്താ അർജുൻ നീ കാണിക്കുന്നത്? പിങ്കി ഇവിടെ നിന്ന് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകാനായിട്ട് പോകുന്നു, എന്നിട്ട് നീ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണോ? നീ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ എന്ത് പറയാനാണ്? പിങ്കിയുടെ കാര്യം അവൾ തന്നെ തീരുമാനിച്ചു. ഇതിലെനിക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അർജുൻ, നീ വീണ്ടും ഇത് തന്നെയാണ് സംസാരിക്കുന്നത്. ദേ, പിങ്കിയുടെ വില നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. നിന്റെ ഭാര്യയാണ് പിങ്കി. ആ പിങ്കിയെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ജീവിതം തന്നെ ഇല്ലാതായെന്നാടാ എൻ്റെ അർത്ഥം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പിങ്കി ബാഗും എടുത്തുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ പിങ്കി പറയാണ്, ഞാൻ ഏതായാലും പോവുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയെന്ന് ആരും പറയരുത്. അതുകൊണ്ടാണ് ഒരു വാക്കെങ്കിലും നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത്. എനിക്കിനി ഇവിടെ തുടരാൻ താല്പര്യമില്ല. ഒരു നാണം കെട്ട ജീവിതത്തിനോട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ അരുന്ധതി പറയുകയാണ്, മോളെ പിങ്കി, നിന്നെ എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, നീ പോകരുത് പിങ്കി. അരുന്ധതി അപ്പച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാകാം. കാരണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊരാൾ ആളാണ് അരുന്ധതി അപ്പച്ചി. അതുകൊണ്ട് അപ്പച്ചി, എനിക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ. എനിക്കിവിടെ നിന്ന് പോകണം. അപ്പോൾ നമ്മുടെ നന്ദയും പറയാണ്, പിങ്കി നീ ഇവിടെ നിന്ന് പോകരുത്. എനിക്ക് ഇത്രയും നിന്നോട് പറയാനുള്ളൂ. നീ ഒരിക്കലും ഒരു രീതിയിലും ഇവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കരുത്. ഓക്കെ, ഞാൻ ഏതായാലും പോകുന്നില്ല. പക്ഷേ അർജുൻ ഒരു തീരുമാനം എടുക്കണം. എൻ്റെ ത്രാസിൽ ഇപ്പോഴും നിൽക്കുന്നത് നയനയാണ്. ആ നയനയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അത് അർജുൻ പുറത്താക്കണം. ഇത് അർജുൻ എന്നോട് വാക്ക് പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് പോകാതിരിക്കാനായിട്ട് പറ്റുള്ളൂ. എന്താ അർജുൻ? അർജുൻ തന്നെ മറുപടി പറ. നയനയെ ഇവിടെ നിന്ന് പുറത്താക്കോ ഇല്ലയോ? അതാണ് എനിക്കറിയേണ്ടത്. എനിക്കാണ് ഇവിടെ സ്ഥാനം, നയനയ്ക്കാണ് ഇവിടെ സ്ഥാനമെന്ന് എനിക്കറിയണം. ഇത് കേട്ട അർജുനാണെങ്കിൽ, പിങ്കി നീ എന്തിനിങ്ങനെ സംസാരിക്കുന്നു? സത്യം എന്താണെന്ന് എനിക്കും നിനക്കും അറിയാം. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കും നിനക്കും അറിയാം. ശരിയാണ്, ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നതും എനിക്ക് കിട്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനിവിടെ നിൽക്കണം എന്ന് പിങ്കി എല്ലാവരുടെ മുന്നിൽ തുറന്നടിച്ച് പറയുകയാണ്. എന്നിട്ട് പോലും അർജുൻ അതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അർജുനോട് വീണ്ടും ചോദിക്കുകയാണ്, അർജുൻ തന്നെ പറ, നയനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റുമോ ഇല്ലയോ? ഇത് കേട്ട അർജുൻ നയന പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അർജുൻ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ നീ എന്നെ സപ്പോർട്ട് ചെയ്യും, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ഇറക്കി വിടാൻ ശ്രമിച്ചാൽ നീ അതിന് കൂട്ടു നിൽക്കുക? ഒരിക്കലും കൂട്ടു നിൽക്കില്ല. എന്നെനിക്ക് വാക്കുതാ, ഇതെൻ്റെ വാക്കാണ് എന്നും പറഞ്ഞ് വാക്ക് കൊടുത്ത കാര്യങ്ങൾ മുഴുവനും നമ്മുടെ അർജുൻ അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം അർജുൻ ഒറ്റവാക്കി പറയുകയാണ്, ഇല്ല, നയനയെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം. ഇത് കേട്ട പിങ്കി ആണെങ്കിൽ ആകെ തകർന്നു പോയി. പിങ്കി, മതിയായി, ശരി, സമ്മതിച്ചു. ഇനി എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാലോ? എനിക്കിനി പൂർണ്ണ മനസ്സോടെ ഇവിടെ നിന്ന് ഇറങ്ങാലോ? ശരി, ഗുഡ് ബൈ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എല്ലാവരും അത് സങ്കടത്തോടു കൂടി തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരുന്ന രണ്ടുപേരുണ്ട്. അത് സുമംഗലയും അതേപോലെ തന്നെ നയനയും. പക്ഷേ നയനയുടെ മനസ്സിൽ ഇപ്പോഴും ആ സ്വർണത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ സുമംഗലി ചോദിക്കുകയാണ്, നയനെ നിനക്കിപ്പോൾ സന്തോഷമായില്ലേ മോളെ? സന്തോഷമായി. എൻ്റെ ദൈവമേ, ആ സ്വർണം കൊണ്ടാണല്ലോ അവൾ പോയത്. ഇത്ര പെട്ടെന്നായി പിങ്കി ഇവിടെ നിന്ന് പിണങ്ങി പോകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ഇത് വല്ലാത്തൊരു കഷ്ടമായി പോകുമല്ലോ ദൈവം. ഇനി ആ തള്ളങ്ങനെ സ്വർണം എവിടെയെന്ന് വല്ല മോഷണത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ എന്ന് ചിന്തിച്ചാണെങ്കിൽ നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് ഈ സുമംഗല
എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഒരു സങ്കടത്തോടെ. അപ്പം നയന വന്നിട്ട് പുറകെ വന്നിട്ട് ഒറ്റ കെട്ടിപ്പിടുത്തം. അപ്പച്ചി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കൊച്ചെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ആഹാ പേടിച്ചത് പോയെന്നോ? ഞാനല്ലേ, ഞാൻ കെട്ടിപ്പിടിച്ചല്ലേ, സ്നേഹപ്രകടനല്ലേ. ഓ ഇങ്ങനെയാണോ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി? അല്ല എന്തു പറ്റി അപ്പച്ചി? അപ്പച്ചിയുടെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ. പിങ്കി പോയതിൻ്റെ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. ആ പിങ്കി പോയതിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. പക്ഷേ ഒരു കുടുംബജീവിതം തകരാൻ പോകുന്ന ഒരു അവസ്ഥയിലാണല്ലോ. അതൊക്കെ എന്തിനാണ് അപ്പച്ചി ചിന്തിക്കാനായിട്ട് പോകുന്നത്? അപ്പോഴാണ് നമ്മുടെ നന്ദയുടെ വരവ്. അപ്പം നന്ദ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതെ, ഞാൻ എൻ്റെ ബാലേട്ടനെയും ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ആ താലിബന്ധം എന്ന് പറഞ്ഞാലല്ലേ, അത് ദൃഢമായ ഒരു ബന്ധമാണ്. ആ ബന്ധം അറുത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വേദന അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വേദനയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. പിങ്കി തിരിച്ച് പിങ്കിയെ കൊണ്ടുവരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണ്ട എന്ന് തന്നെ പറയുള്ളൂ. കാരണം അർജുൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും എവിടേക്കോ ഒരു വിഷാദം, എന്തൊക്കെയോ ഒരു തോന്നൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചി അതെല്ലാം വിട്ടുകളാ, അതൊക്കെ അപ്പച്ചിയുടെ വെറും തോന്നലാണ്. അപ്പം നന്ദയ്ക്ക് കലി വന്നിട്ട് അങ്ങോട്ട് കയറി വരികയാണ്. അപ്പച്ചിയുടെ മനസ്സിലുള്ളത് മുഴുവനും സത്യം തന്നെയാണ് എന്ന് നന്ദയും പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിൽ കയറി നയന കയറി ഇടപെടുകയാണ്. എന്ത് സത്യം എന്നാണ് ഈ പറയുന്നത്? നിന്നോട് ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നില്ല. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അപ്പച്ചിയോടാണ്, അല്ലാതെ നിന്നോടല്ല ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നത്. അപ്പച്ചിയുടെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ആ വേദനയില്ലേ, അത് സത്യം തന്നെയാണ്. ഈ പിങ്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിൽ നിങ്ങളെല്ലാവരും ഒരു ദിവസം ദുഃഖിക്കും. കാരണം പിങ്കിയാണ് എല്ലാത്തിനും ഉപരിയായ നല്ലൊരു പെണ്ണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അത് അധികം താമസിയാതെ നിങ്ങളെടുത്ത ആ തീരുമാനമില്ലേ, പിങ്കി ഇവിടെ നിന്ന് അടിച്ചിറക്കിയ ആ തീരുമാനം, അത് തെറ്റായി പോയെന്ന് അപ്പച്ചി നിങ്ങളൊരു ദിവസം മനസ്സിലാക്കും. അത് അധികം താമസിയാതെ മനസ്സിലാക്കും, ഉടനെ തന്നെ മനസ്സിലാക്കും. കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം നന്ദ പോയി കഴിഞ്ഞപ്പോഴേക്കും നയന മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവള് ഇരുതലമൂരിയുടെ മൂർച്ചയുള്ള വാളാണ്, അവളെ ഇല്ലാതാക്കണം. എന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മുടെ സുമംഗലയ്ക്ക് ആകെ സങ്കടം തോന്നുകയാണ്. അപ്പച്ചി അവൾ പറഞ്ഞ ഒന്നും കാര്യമൊക്കെ നിൽക്കണ്ട, അവളെ എന്തെങ്കിലും കിടന്നു പറയട്ടെ, അതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമേയില്ല. അവളെ ഇരുതല മൂർച്ചയുള്ള വാളാണ്, അവളെ സൂക്ഷിക്കണം. അവള് ഭയങ്കരയാണ് പിങ്കി. അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം തകരും. പിന്നെ അപ്പച്ചിയുടെ ജീവിതത്തിലേക്ക് അവൾ പോയാൽ മാത്രമല്ലേ ഞാൻ എന്നുള്ളൊരു മരുമകൾ കയറി വരാനായിട്ട് പറ്റുള്ളൂ. അത് അപ്പച്ചിക്ക് സന്തോഷമല്ലേ? അതേ മോളെ, സന്തോഷം തന്നെയാണ്. മോളെ പോലുള്ളൊരു മരുമകളെയാണ് എനിക്ക് ഇഷ്ടം. നിന്നെപ്പോലൊരു മരുമകളെയാണ് ഞാൻ തേടിക്കൊണ്ട് നടന്നത്. അതുകൊണ്ട് എനിക്കത് മതി എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും നയന പലതും മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ പിങ്കിയുടെ ഡാഡി ആണെങ്കിൽ പിങ്കി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇല്ല ഡാഡി, ഞാൻ വരില്ല ഡാഡി, എനിക്ക് വരാനായിട്ട് സാധിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അർജുനെ വിട്ട് വരാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോഴും ശരി ഓക്കെ ആയിക്കോട്ടെ, ഇനി ഇങ്ങനെ മോൾ എനിക്കില്ല, എന്നെ തേടി നീ വരണ്ട പപ്പ, അങ്ങനെയൊന്നും പറയല്ലേ പപ്പ. പിന്നെ എങ്ങനെ പറയണമെന്നാ? വേണ്ട, ഇനി നീ എന്നെ പപ്പ എന്ന് വിളിക്കണ്ട, ഞാൻ നിൻ്റെ അടുത്തേക്ക് ഇനി വരില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിണങ്ങിപ്പോയ കാര്യങ്ങൾ മുഴുവനും ഈ പിങ്കിയുടെ പപ്പ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടി എടുത്തുകൊണ്ട് വീടിൻ്റെ വാതിൽക്ക് വന്ന് നിൽക്കുകയാണ് പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ഷോക്ക് തോന്നുകയാണ്. അപ്പോൾ പിങ്കിയുടെ പപ്പ ചോദിക്കണം, എന്താ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അവിടെ തന്നെ നിൽക്കാറുന്നില്ലേ? ആട്ടും തുപ്പും കേട്ടിട്ട് അവിടെ തന്നെ നിൽക്കാറുന്നില്ലേ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? പപ്പ എന്താ പപ്പ? വേണ്ട, നീ ഇങ്ങോട്ട് വരേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ പിങ്കിക്ക് ആകെ കൈവിട്ടു പോയി എല്ലാ കാര്യങ്ങളും. പപ്പ അപ്പോൾ ഞാൻ എങ്ങോട്ട് പോകാനാ പപ്പ? പപ്പയ്ക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണല്ലേ? അപ്പോൾ എന്നെ ഇവിടെ നിന്ന് നാട്ടിൽ പുറത്താക്കാനാണല്ലേ പപ്പ? ഇത് കേട്ട പപ്പയ്ക്ക് ആകെ സങ്കടം തോന്നുകയാണ്. എന്താ മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞാലും നിന്നെ ഇവിടെ നിന്ന് നാട്ടിൽ പുറത്താക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എൻ്റെ മോളല്ലേ? അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.